ഞാനിങ്ങനെ എണീറ്റ് ഗുഡ് മോർണിംഗ് മമ്മൂക്ക എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്തോ ഒരു ചിന്തയിലങ്ങ് കയറിപ്പോയി. അപ്പോൾ ഈ രാമലിംഗം എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം പുള്ളി മൈൻഡ് ചെയ്യില്ല. അത് നിങ്ങൾ ആലോചിച്ചു, കണ്ണീർ പൂവിൻ്റെ കവിളി തലോടി എന്ന് പറഞ്ഞിട്ട് ആ വെള്ളാണി വരമ്പത്തൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ പുറകെ ക്യാമറ വയ്ക്കുമ്പോൾ ഫ്രണ്ടിലയാൾ വിങ്ങാണെന്ന് ബാക്കിൽ നമുക്ക് അറിയാൻ പറ്റും. മമ്മൂക്ക കാലിൻ്റെ മുകളിൽ കാലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഭയം ഉണ്ടാവില്ലേ? അങ്ങോട്ട് ചെല്ലാൻ തന്നെ പേടിയായിരിക്കും. നമ്മൾ എന്ന് മാറി നിൽക്കും. ഒരുപാട് നടന്മാരുടെ നല്ല വശവും മോശവശവും എല്ലാം കണ്ടൊരാളാണ് ഇല്ലേ? തീർച്ചയായിട്ടും മലയാളത്തിൽ ഒരുപാട് നല്ല കഴിവുള്ള ആൾക്കാർ, പിന്നെ സിനിമ ഫീൽഡാണ് ഞാൻ പറയാതെ തന്നെ താങ്കൾക്കറിയാം, സിനിമയിലും രാഷ്ട്രീയത്തിലുള്ളതിനേക്കാൾ കുതികാൽ വെട്ടും ഒരു നന്ദിയില്ലാത്ത ലോകം അല്ലേ പച്ചവെള്ളത്തിൽ പറഞ്ഞേ? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ. മമ്മൂക്കായിട്ടുള്ള വർക്ക് വല്ലതും ചെയ്തിട്ടുണ്ടോ? മമ്മൂക്കായിട്ട് യുഗപുരുഷൻ എന്ന് പറയുന്ന ഒരു ആർ സുകുമാരൻ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തോട് എടുക്കാനൊക്കെ വലിയൊരു അഗ്നികോളം നിൽക്കുന്നിടത്ത് നമ്മൾ അയ്യോ ഒരു രക്ഷയില്ല. ലാൽ സാറ് ഈ ഞാനൊരു ദിവസം ഇങ്ങനെ സാറിൻ്റെ റൂമിലോട്ട് ചെന്നപ്പോൾ സാറൊരു ചെറിയ മേശയിൽ സാധാരണ ഒരു പ്ലേറ്റിൽ സാധാരണ ഒരു ചെറിയ ദോശ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചിട്ട് ഞാൻ ഗുഡ് മോർണിംഗ് ലാൽ സാർ, ഗുഡ് മോർണിംഗ് മോനെ, കാപ്പി കുടിച്ചായിരുന്നു? ഞാൻ പറഞ്ഞു കാപ്പി കുടിച്ചു. ദോശ കഴിക്കുന്നു? അത് മോഹൻലാലിനെ കൊണ്ടേ പറ്റൂ മലയാള സിനിമയിൽ. കാരണം മോഹൻലാലിനെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് ഞാൻ പറയാൻ കാരണം ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന അദ്ദേഹം ഒരു സാധാരണ സഹസംവിധായകനായ എന്നോട് ദോശ കഴിക്കുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ അത് മോഹൻലാലിനെ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ഗുരുനാഥനായ റാഫി മെക്കാട്ടിൻ, അദ്ദേഹം റാഫി സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരു വിദേശയാത്ര ചെയ്തപ്പം എന്തോ സംസാരത്തിൻ്റെ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഒരുപാട് നടന്മാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ സാർ എങ്ങനെയാണ്? അപ്പോൾ എൻ്റെ അടുത്ത് സാറ് പറഞ്ഞത്, ലാൽ സാർ തിരിഞ്ഞു പോകുമ്പോഴേ അങ്ങോട്ട് നടക്കുമ്പോൾ നമ്മൾ പുറകെ ക്യാമറ വെച്ചാൽ ബാക്ക് കണ്ടിട്ട് നമുക്ക് ഫ്രണ്ടിൽ അദ്ദേഹത്തിൻ്റെ മുഖം എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ? അത് നിങ്ങൾ ആലോചിച്ചു, കണ്ണീർ പൂവിൻ്റെ കവിളി തലോടി എന്ന് പറഞ്ഞിട്ട് ആ വെള്ളാണി വരമ്പത്തൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ പുറകെ ക്യാമറ വയ്ക്കുമ്പോൾ ഫ്രണ്ടിലയാൾ വിങ്ങാണെന്ന് ബാക്കിൽ നമുക്ക് അറിയാൻ പറ്റും. അത് അല്ലേ വേറെ ഏത് നടനെ അങ്ങനെ വെച്ചാൽ പറ്റും എന്ന് പറയുന്നത്? അത് സത്യമല്ലേ? അദ്ദേഹം പക്ഷേ അക്ഷരാർത്ഥത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മനസ്സുകൊണ്ടും ജന്മം കൊണ്ടും കഴിവ് കൊണ്ടും എ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് എ കംപ്ലീറ്റ് മനുഷ്യനാണ് അദ്ദേഹം. ഒരു നമ്മൾ ആലോചിച്ച് നോക്കുക, രാജാവിനെ പോലെയല്ലേ അദ്ദേഹം ജീവിക്കുന്നത്. ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ലക്ഷറി ലൈഫല്ല. ജനങ്ങൾ രാജാവിനെ പോലെയാണ് മനസ്സിൽ കൊണ്ടു കിടക്കുന്നത്. അവിടെയാണ് ഒരാളിൻ്റെ അംഗീകാരം അല്ലെങ്കിൽ ജനങ്ങൾ കൊടുക്കുന്ന സ്നേഹവും പിന്നെ ബഹുമാനവും എല്ലാം. അല്ലാതെ ഞാനാണ് തമ്പുരാൻ, നിങ്ങളൊക്കെ എൻ്റെ പ്രജയാണ് എന്ന് പറയുന്നിടത്ത് അല്ലേ? ഈ മമ്മൂക്കയുടെ ഗുഡ് മോർണിംഗ് എല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ സാഹസത്തിന് മമ്മൂക്കയെടുത്ത് അതിൻ്റെ സംഭവം എല്ലാവരും പറയും മമ്മൂക്ക എന്ന് പറയുന്നത് ഓഫ് മൈൻഡുള്ളൊരു മനുഷ്യനാണെന്ന് പറയും. അതായത് ചിലപ്പോൾ നമ്മളിങ്ങനെ പുള്ളിയുടെ അടുത്തുള്ളത് മോർണിംഗ് മമ്മൂക്ക എന്ന് പറയുമ്പോൾ പുള്ളി ചിലപ്പോൾ ആലോചിക്കുന്നത് രാവിലത്തെ ഷോട്ട് ഞാൻ എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ 3-4 പ്രാവശ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞാലും പുള്ളി മൈൻഡ് ചെയ്യില്ല, കേൾക്കില്ല. അത് പുള്ളിയുടെ ഒരു ഇതാണ്. പക്ഷേ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പിന്നെ ഒരിക്കൽ ഞാനും വളരെ MGRൻ്റെ സ്റ്റുഡിയോയിൽ പോലും വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള രാമലിംഗം എന്ന് പറയുന്നൊരു ക്യാമറ ചീഫ് ഉണ്ടായിരുന്നു. പുള്ളി ഞാനുമായിട്ട് രാവിലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പം ഇദ്ദേഹം വന്നു നമ്മൾ അടുത്തൂടെ പോയപ്പോൾ ഞാനിങ്ങനെ എണീറ്റ് ഗുഡ് മോർണിംഗ് മമ്മൂക്ക എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്തോ ഒരു ചിന്തയിലങ്ങ് കയറിപ്പോയി. അപ്പോൾ ഈ രാമലിംഗം എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം പുള്ളി മൈൻഡ് ചെയ്യില്ല, വേറെ എന്തോ ചിന്തയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് മേള എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ഞാനൊക്കെ അന്ന് രാജാവായിട്ട് നിൽക്കുന്ന ടെക്നീഷ്യനാണ്. മേള ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ സഞ്ചിയും കായസഞ്ചി പോലത്തെ ഒരു സഞ്ചിയും തൂക്കി ഒരു വെളുത്ത് സുന്ദരനായ ഒരു പയ്യൻ വന്ന് ബെൽ ബോട്ടം പാൻറ്റൊക്കെ ഇട്ട് വലിയ ബെൽറ്റൊക്കെ കെട്ടി നിൽക്കുന്നു. അപ്പോൾ എൻ്റെ ഗുരുനാഥനായ രാമചന്ദ്ര ബോസ് സാറ് പറയുന്നു, ലിങ്സ് എന്ന് പറഞ്ഞാൽ രാമലിംഗത്തിൻ്റെ ഷോർട്ടാക്കി വിളിക്കുന്നത്, ലിങ്സിൻ്റെ റൂമിൽ കിടത്തിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ സിംഗിൾ കട്ടിലാണ്, ഒരു പില്ലോ, ഒരു സിംഗിൾ കട്ടിൽ. അപ്പോൾ അതിനകത്തൊരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഈ ബെഡ്ഷീറ്റ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു സൈഡിൽ വിരിച്ച് കിടന്നോളൂ. ഞാൻ പറയാം അത് ആരായിരുന്നു? അതാണ് ഇപ്പം നമ്മുടെ അടുത്ത് മമ്മൂട്ടി. അപ്പോൾ അദ്ദേഹത്തിന്
ഇതൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷേ പൊതുവെ എല്ലാവരും പറയുന്നത് വളരെ ശുദ്ധനായ ഒരു മനുഷ്യൻ, വളരെ ശുദ്ധനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഒരു സംഭവം, ഒരു ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിനോട് ഒപ്പം ചേർന്ന് നടന്ന് ഓഫ് മൈൻഡാണ്. അല്ല, അത് എന്തുമാത്രം ഇൻസൾട്ടിങ് ആയിരിക്കും. അതാണ്. അതും പ്രത്യേകിച്ച് അദ്ദേഹം അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം കൂടെ വരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. ശരിക്കും പറയുന്നത് ചെയ്യുന്നത് ശരിയാണോ മമ്മൂക്കയുടെ പ്രതി? അല്ല, എനിക്ക് രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ഒരുപാട് ആൾക്കാർ ആ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു താരത്തെ മറന്നുകൊണ്ട് സംസാരിച്ചു. ഒരുപാട് പേര് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, മമ്മൂക്ക ഒരു മനുഷ്യനല്ലേ, കൂടെ വന്നത് ഒരു മനുഷ്യനല്ലേ, പാർട്ടിക്കപ്പുറത്ത് അത് ഒരു ചെറുപ്പക്കാരനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് ഉണ്ട്. പക്ഷേ അദ്ദേഹം അതിന് ഈ പുള്ളിയെ വിളിച്ച്, ഈ ജില്ലാ സെക്രട്ടറി വിളിച്ച് പറയുന്നത് താങ്കൾ ഒരു ജില്ലാ സെക്രട്ടറി ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ മനസ്സ് മുഴുവനും ആ സമയത്ത് ഈ ഉരുൾപൊട്ടലിൽ സങ്കടം അനുഭവിച്ച ആൾക്കാരെ കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ട് നടന്നു വരികയായിരുന്നു. അത് അറിയില്ലെന്ന് പറയാൻ നോക്കരുത്. പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി വന്ന ആളാണെന്ന് തോന്നിക്കും. അപ്പോൾ അറിയാണ്ടല്ലേ പുള്ളി സംസാരിച്ചത്. അല്ല, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ എത്തി പാവങ്ങളുടെ സംഭവങ്ങൾ കാണാൻ എന്നൊക്കെ പുള്ളി അത്രയും മനസ്സിൽ തുറന്നു പറയുക. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വളരെ ശുദ്ധത മനസ്സിലുള്ളത് കൊണ്ടാണ് വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തേ പറയുള്ളൂ. ചിലവരങ്ങനെയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പുള്ളി പല കാര്യങ്ങളും മനസ്സിൽ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ വാക്കായിട്ട് പുറത്തു വരുന്നത്, പല സമയത്ത് ഓഫ് മൈൻഡ് ആയിരിക്കും. അങ്ങനെ ഒരു ഇതാണ്. പക്ഷേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് മമ്മൂക്ക എന്ന് പറയുന്നത് ശുദ്ധ ഹൃദയനാണ്. പക്ഷെ നമുക്ക് പറഞ്ഞില്ലേ, മമ്മൂട്ടി അവിടെ നിൽക്കുന്നു, മോഹൻലാൽ അവിടെ നിൽക്കുന്നു, എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റും മോഹൻലാലിനോടായിരിക്കില്ലേ? തീർച്ചയായിട്ടും നമുക്ക് വളരെ ഡയറക്റ്റായിട്ട് അടുത്ത് പോയി നമുക്ക് ഒരു ഭയം ഉണ്ടാവില്ല ലാൽ സാറിൻ്റെ അടുത്ത്. കാരണം എന്താ പറയുക, ആ ഭയം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നമ്മുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു ചിരിയും അല്ലെങ്കിൽ ഒരു സൗമ്യമായ ഒരു ഇത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നമുക്ക് കാണാൻ പറ്റും. നേരെ മറിച്ച് മമ്മൂക്ക കാലിൻ്റെ മുകളിൽ കാലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഭയം ഉണ്ടാവില്ലേ, അങ്ങോട്ട് ചെല്ലാൻ തന്നെ പേടിയായിരിക്കും, നമ്മൾ എന്ന് മാറി നിൽക്കും. മോഹൻലാൽ അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ചെല്ലുന്നതെന്ന് മനസ്സിലായി, ഒരു മോനെ ഒരു എന്താ ഇങ്ങനെ അദ്ദേഹം ചോദിക്കും, വളരെ സൗമ്യനായി. അതൊന്ന്. രണ്ടാമത് മമ്മൂക്കയുടെ ശബ്ദം തന്നെ എന്താണ്, രണ്ട് വശങ്ങളാണ്.